ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇത് നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതെന്തോന്ന് എന്റെ ദൈവം, ഇത് എല്ലാവരും കൂടെ. ഞാനിന്ന് അവധി, ഇന്ന് വർക്കിൻ്റെ ആരും ഇല്ലെന്ന് പറഞ്ഞ് വന്നപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കിത് ഓൺലൈനായിട്ടും പേ ചെയ്യാം. ഞാൻ അങ്ങനെ പേ ചെയ്ത്, നമ്മൾ ഓൺലൈനായിട്ട് പേ ചെയ്ത് ഇനി പാർക്കിനകത്ത് കയറാൻ പോവാ. കയറാം. ഇതാണ് വേ ഇന്ന്. നോക്കുക, ഇവിടെ ആൾക്കാരുണ്ട് ഒരുപാട്. ഞാൻ മറ്റേ ഓൺലൈനിൽ പേ ചെയ്യാം അവിടെ വഴി, മറ്റേ വാട്സപ്പ് വഴി അങ്ങനെ പേ ചെയ്യാം. ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല, ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. വണ്ടിയുണ്ട്, പക്ഷേ പുറത്തോട്ട് ഇറങ്ങണ്ടേ. ആ ഇവിടെ ഇരിക്കാനുള്ള പറ്റത്തില്ല, നല്ല ആംബിയൻസ്. അതൊന്നും മേടിച്ചിട്ട് കേട്ടെ. ഇതാണ് പുള്ളിമാൻ, സ്പോട്ടഡ് ഡിയർ. പുള്ളിമാൻ പുള്ളിമാൻ അതെ അവിടെ ഉണ്ട് എല്ലാവരും. പുള്ളിമാൻ. ഓക്കെ, ഇനി നമുക്ക് ഒരു കുറേ സാധനങ്ങൾ കാണാനുണ്ട്. ഇത് അവിടെ ഫുള്ള് കവർ ചെയ്തിരിക്കും കേട്ടോ. ഇത് നെറ്റ് വെച്ച് കവർ ചെയ്തിരിക്കും അവിടെ. കണ്ടോ? സന്തോഷമായോ? നല്ല ആംബിയൻസ് അല്ലേ ഇത്. ഇത് ഞങ്ങൾ വന്ന ഏതായാലും കറക്റ്റ് സമയത്ത് ഒരു തുള്ളി വെയിലില്ല, എല്ലാം ഇങ്ങനെ മൂടി നിൽക്കുന്ന അന്തരീക്ഷം. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇത് കിളികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നെറ്റിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുക. ഇവിടെ ആൾക്കാർ നിൽക്കുന്നതുകൊണ്ട് എല്ലാം പറന്നും പോകും കേട്ടോ. ഇത് കിളികളുടെ ആണെന്ന് തോന്നുന്നു അവിടെ. ഈ വലിയ കിളി കണക്ക് ഇരിക്കുന്നത്, ഇത് വലിയ സാധനമൊക്കെ ഇരിക്കുന്നു. കാട് പോലെ സെറ്റ് ചെയ്ത് ഇല്ല. അതിൻ്റെ മേളിൽ വെച്ചാൽ അതിൻ്റെ മേളിൽ കൊക്കില് വലിയ കൊക്ക് കണക്കൊക്കെ ഇരിക്കുന്നത്. എന്താണ് അത്? ഇതിൻ്റെയാ. ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. ജീവനിലാണ് ഇത്. ഇവിടെ നിൽക്കുന്നില്ല ആരുണ്ട്? അതാ ജീവനിലാണത്. അനങ്ങുന്നുണ്ട്. ഉണ്ടാക്കി വെച്ചതാണത്. അനക്കാതെ ഇതിനകത്ത് മൊത്തം ഇതാട്ടോ. വേറെ വലിയ വലിയ സാധനങ്ങൾ പേത്തൊന്നുമല്ല, പേത്തെന്നൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞുതരാം. ദേ അതിനകത്തോട്ട് കൂടെ ഗ്ലാസ് ഡോറിൽ കൂടെ കാണാം. നീ പറന്നൊക്കെ പോകുന്നു ഇവിടെ. ശരി, നമുക്ക് ഗ്ലാസ് ഡോറും ഉണ്ട്. ബാക്കിയെല്ലാം ചില്ലാണെങ്കിൽ ഇപ്പോഴത്തെ ഗ്ലാസ് ഡോറും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സൂപ്പറായിട്ട് കാണുകയും ചെയ്യാമല്ലോ. നിങ്ങൾക്ക് അതാ പറന്ന് നടക്കാനുള്ള സ്പേസും ഉണ്ട്. അതിന് വയ്യ, അമ്മച്ചിയാ നടക്കാൻ മേലെ. അമ്മച്ചി നടക്കുന്നു നോക്കിയ. എനിക്ക് പറക്കാൻ പറ്റുന്നില്ല. അയ്യോ, എന്തു പറ്റി? എനിക്ക് ചെറിയ ചിറക, അതുകൊണ്ട് പറക്കാൻ പറ്റുന്നില്ല. വരുന്നേ ഉണ്ട്. ഇവിടെ നിക്കി ഇച്ചിരി കണ്ടു. ഇവിടെ കണ്ടിട്ട് അപ്പൊ തന്നെ പോവാണ്. എന്തായാലും കൊറേ ഉണ്ട്. തീറ്റ കൊടുക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഞാൻ മറ്റേ ഇതിനകത്ത് കണ്ടായിരുന്നു, ഫോട്ടോക്കകത്ത് കണ്ടായിരുന്നു ആൾക്കാർ തീറ്റയൊക്കെ കൊടുക്കുന്നത്. അതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൂടെ നോക്കാം. എഴുതി വെച്ചിട്ടുണ്ടല്ലേ? എന്ത് സാധനമാണല്ലേ? അക്വാട്ടിക് ബേർഡിനെ പിടിച്ചാണ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. വെള്ളമുണ്ട് അവിടെ. ചാർജ് തീർന്നുണ്ട് പെട്ടെന്ന്. നല്ല ആംബിയൻസ് അല്ലേ? ഇവിടെ ഇരിക്കാനും ഒക്കെ പറ്റിയല്ലേ? ഗ്ലാസ് ഡോർ ഇതുകൊണ്ട്. ഇതിൻ്റെ എന്ത് വലുതാന്ന് നോക്കിയല്ലേ? ഇതേ എന്ത് വലുതാന്ന് നോക്കിയതല്ലേ? പീലിക്കൻ
വൈറ്റ് പീലിക്കുന്നുണ്ട്. ഇത് അടുത്ത് നിൽക്കുന്നു ജസ്റ്റില്. ഇത് അടുത്ത് നിൽക്കണത് അനങ്ങുന്നില്ല കേട്ടോ. പറയണ ജീവനുള്ളതാണ്. ആ ജീവനുള്ള കേട്ടോ. അത് പോസ്റ്റ് ചെയ്ത് കൊടുക്കാന്ന് തോന്നുന്നു പിള്ളേർ ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഇത് അതിൻ്റെ മുകളിൽ ഇരിക്കുന്നു. ഇത് അവിടെ ഇത് ഇവിടെ പോണു. ഇത് നടന്നു പോണത് ആശ. അതെ ആൾക്കാർ വേറെ സ്ഥലത്തോട്ട് പോകാം. ഞങ്ങൾ ഈ ആൾക്കാർ മാറി കഴിയുമ്പോൾ അങ്ങോട്ട് ചെല്ലത്തുള്ളൂ. നല്ല സ്വസ്ഥമായിട്ട് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാം കൂടെ വന്ന് ബഹളമായിരിക്കും. അതാ ചിലതൊന്നും അനങ്ങുന്നില്ല. ഇപ്പം ഞങ്ങൾ വിചാരിക്കുന്നത് പ്രതിമയായിരിക്കും, പക്ഷെ അല്ല. ഇത് ഇതിനായിട്ടാണോ പറഞ്ഞേ? ജസ്റ്റിന് കാണുന്നില്ല. ഇത് പൊക്കി കാണുന്നില്ല. വാ അതെ പറക്കുമ്പോ ഇവിടെ നിന്ന് എന്തുപോലെ ഇരിക്കും അല്ലേ നിങ്ങളൊക്കെ? ചെറുതൊക്കെ കൂട് വെച്ചിരിക്കുന്നുണ്ടോ? അത് ദേ കൂടിനകത്തിരിക്കുന്നുണ്ടോ പറഞ്ഞ? ദേ അതിന്റെ പുറകില് കണ്ടോ? ദേ ആരെണ്ണ കപ്പി കിട്ടും. ആ പേടിയില്ല. ഞാൻ കുറേ ഇരിപ്പുണ്ട് ഇവിടെ അതിനകത്തൊക്കെ. കൂടുമൊക്കെ വെച്ച് നല്ല അറ്റ്മോസ്ഫിയർ. ആ ശരിയാ, കല്ലേലൊക്കെ ഇരിപ്പുണ്ട്. എങ്ങോട്ടാ? അവിടെ രണ്ടെണ്ണം ഇരിക്കുന്നുണ്ടത്. ഇവിടെ വന്നില്ലാരെയും മിസ്സായി പോയി. നല്ല സ്ഥലം കേട്ടോ, അടിപൊളി. നമ്മുടെ അവിടത്തേക്ക് സുഖമൊന്നും ഒന്നുമല്ല. അതായത് ഇത് നോക്കട്ടെ, അടുത്ത് നോക്കട്ടെ, കുറേ ഉണ്ട് കാണാൻ. എന്ത് ആന! എനിക്ക് ഏറ്റവും പേടിയുള്ള ആന. മാറാവേ കിടക്കുന്നു പാമ്പ്. ഉണ്ടോ? അതിൻ്റെ അകത്തല്ലേ ദേ പോണത്? ഇതിന് കരിയിലാണ് നടക്കുന്നത്. ദേ ഇളഞ്ഞു കോബ്ര കോബ്ര. ഞാൻ വീഡിയോ എടുക്കട്ടെ. റോക്കി പൈത്തൺ. ദേ കിടക്കുന്നത്. നിനക്ക് എന്തോ ആണോ കൊടുത്തത്? അതല്ലേ അന്തം പെട്ട് നിൽക്കണം. ആ എന്തോ തിന്നുന്ന. ജയശ്ലീൻ അങ്ങോട്ട് ചെല്ല, അതിന് വിശക്കുന്നു. ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത് ഒരാൾക്ക് അഡൾട്ടിന് 60 രൂപയാണ്. അത് നമുക്ക് 60 രൂപയ്ക്ക് അല്ലല്ലേ? 60 രൂപ ഭയങ്കര കുറവാണ് ശരിക്കും. 120 രൂപ ജസ്റ്റിനില്ല ടിക്കറ്റ്. 5 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക്. ആ ബാബാ അങ്ങോട്ടാ പോകുന്നത്. ഇങ്ങനെ കറങ്ങിയാ പോകുന്നത്.
ഇത് പാർക്ക് കാണാണ്ട് അങ്ങോട്ട് പോകണമെന്ന് പറയുമ്പോൾ പാർക്ക് ഇങ്ങനെ കറങ്ങി വേണം നമ്മളവിടെ ചില ഒരു കുഞ്ഞ് അതിനകത്ത് ഇപ്പം ഉണ്ടോ ഇത് ഉണ്ടോ ഇതെന്ത് മാന ഇന്ത്യൻ സ്പോട്ടഡ് ഷെവ്രോറ്റെയിൻ അമ്മ പോയി എന്നെ അമ്മ ഇട്ടിട്ട് ജോലിക്ക് പോയി. അമ്മ ഇവിടെ നിൽക്കണ്ടേ, അമ്മ പോകത്തില്ല. അമ്മ പോയി എന്നെ ഇട്ടിട്ട് ജോലിക്ക്. അമ്മ ഇവിടെ കളിക്കാൻ പോകും. പാർക്കിൽ കളിക്കാൻ പോയതാണോ അമ്മ? ആഹാ, ആ കൊച്ചിനെ ഇവിടെ ഇട്ടിട്ടാണോ പാർക്കിൽ കളിക്കാൻ പോയത് അമ്മ? എന്നെ തുറന്നുവിടാ. ശരിയെ ശരിയെ ചേച്ചി ജസ്ലിൻ ചേച്ചി പോവല്ലേ, എന്നെ രക്ഷിക്കുന്നു. ജസ്ലിൻ ചേച്ചി എന്നെ രക്ഷിക്ക്. ജസ്ലിൻ ചേച്ചി എന്നെ രക്ഷിക്ക്, പോവല്ലേ ചേച്ചി ഓടിപ്പോയി. ആണ്ടാ കുഞ്ഞിനെ ഇട്ടിട്ട് ചേച്ചി ഓടിപ്പോയി. രക്ഷിച്ചില്ല ചേച്ചി. ആ ശരിയാ കേട്ടോ, നല്ല ശുദ്ധമായി ശ്വസിക്കാം. അതിനകത്ത് മൊത്തം ഇതാ പൂമ്പാറ്റകളാകണ്ടോ, ബട്ടർഫ്ലൈസ് അതിനകത്ത് മൊത്തം. ഇത് എന്നിട്ട് അതിനെ കണ്ടോ അല്ലേ, മേളിൽ കൂടെ പറന്നു പോവുകയും ചെയ്തു നിങ്ങൾക്ക് അല്ലേ. അല്ലേ നല്ല ഇങ്ങോട്ട് വാ ഇതുവഴി. ലിസിന് സമ്മതിക്കില്ല. ലിസിന് ഇപ്പൊ തന്നെ ആ പാർക്കിലോട്ട് കയറണമെന്ന് പറഞ്ഞ് വേണം. ഐ എം ബ്ലാക്ക് ബാക്ക്. പിന്നത്തൊന്നും കാണുന്നില്ലല്ലോ ബ്ലാക്ക് ബാക്ക് എന്ന് പറഞ്ഞു. അതേ കിടക്കുന്നത്. എല്ലാരും കൂടെ റെസ്റ്റ് എടുക്കുമെന്ന്. എയർപോർട്ട് ഇവിടെ അടുത്താ കേട്ടോ, ചെന്നൈ എയർപോർട്ട്. പിന്നെ നീ വിളിക്കുമ്പോൾ നോക്കാനോട്ട് മാറിയിരിക്കുക. അതുങ്ങളെ തിന്നാനുള്ള തിരക്കില്ല. നീ ആരാ? കാക്കയൊക്കെ ഉണ്ട്. വിളിച്ച് നോക്കിയേ, വിളിച്ചേക്ക് ഇപ്പം തന്നെ പാർക്കിൽ കയറണം. ദേ അവിടെ ഉണ്ട് പാർക്ക്, അവിടെ ഉണ്ട്. 2 പാർക്കിലും കയറണം കേട്ടോ ജസ്ലിൻ. ബാർക്കിംഗ് ഡീർ ദേ അതിനകത്ത് കുറേ ഉണ്ട് കേട്ടോ. ബാർക്കിംഗ് ഡീർ കുരക്കുന്ന മരം കാണാൻ പറ്റില്ല. അനങ്ങുന്നില്ലല്ലോ. ഇത് ആദ്യമായിട്ട് ഗോലി സോഡ കുടിക്കുന്നു. ഗോലിന്റെ മേളിൽ അയ്യോടാ ഗോലിന്റെ മേളിൽ വെച്ചിരിക്കുന്നല്ലേ. വലിയതും ഇല്ലല്ലോ. മാംഗോ ഫ്ലേവർ, വേറെ ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ട് ഇവിടുത്തെ നൈസായിട്ടൊക്കെ ഇരിക്കും. ജസ്റ്റ് അങ്ങോട്ട് വിട്ടിട്ടോന്ന് ഇരിക്കും അല്ലല്ലോ കളിക്കാൻ വേണ്ടിട്ട്. എൻ്റെ അമ്മ ഇത് വലിയ മാനാണ് കേട്ടോ. ഇത് മാനാണോ? എന്തോ ഇത് മാനാണ്, എന്തോ ഇത്. സാമ്പാർ ഡിയർ ലിവേ സാമ്പാർ ഡിയർ. ഇത് പിടിച്ച എല്ലാവരും എന്ത് ചെയ്യുമോ മോളെ? ഹായ് ജസ്ലിൻ, സുഖമാണോ? എത്ര വയസ്സായി? 5 വയസ്സോ? 4 കാക്കയൊക്കെ പുറത്ത് കയറി വരുന്നു. നോക്കുന്നുണ്ടോ? അതെ 1 2 3 സ്റ്റാർട്ട് ഓടിക്കാ. എന്താ ഒരു ആംബിയൻസ് അല്ലേ, അല്ലേ ലിവേ? എന്താ ഒരു ആംബിയൻസ് അല്ലേ. ചൂടാ അവിടെ, ചൂടാണോ? ഇത് അവിടെ മറ്റേ എന്തോ മെമ്മു അല്ലല്ലോ. ഇത് ആ സാധനത്തിൻ്റെ പേരെന്തുവാ? വലിയ കോഴീനെ കണക്കിരിക്കുന്നില്ലേ?
അവിടെ ചെല്ലുമ്പോൾ നോക്കാം. ആ സാധനം ഉണ്ട് അവിടെ. ആ ഗിനിയ ഇത് തള്ളായിട്ട് നടന്നത്. ഇല്ല ഇല്ല ഇല്ല, ഇവിടെ എഴുതി വരെ വെച്ചിട്ടുണ്ട് ഈ പ്രായമുള്ളവർ ഇരിക്കില്ല. എന്നിട്ട് അവിടെ കളിയൊക്കെ നോക്കി. വെറുതെ ഇരുന്നിട്ട് ചൂട് എടുക്കുന്നത്. വെയിലില്ലാത്തോണ്ട്. വെയിലൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പണിയായല്ലേ. ശരിയാ. കാണാൻ ഇനി ഒരുപാട് സാധനമുണ്ട്. ജസ്ലിം വരുന്നില്ല, ഇവിടെ തന്നെ ഇരിക്കും. കളിയാ. ജസ്ലിനെ വിളിച്ചിട്ട് വന്നു. ഇനി അപ്പം ബാക്കിയുള്ള കാഴ്ചകളൂടെ കാണാം. അടുത്ത പാർക്കുണ്ടെന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ട് വന്നു. അപ്പുറത്തുണ്ട് വേറെ, അപ്പം അത് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാ. ലിബിയ അവിടെ, ലിബിയ പാർക്ക് കൂടെ കാണിക്കാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇപ്പോൾ വിളിച്ചിട്ട് വന്നത്. വേറെ പാർക്ക് കൂടെ ഉണ്ട് അപ്പുറത്ത്. പിന്നെ അതുകൂടെ കാണിക്കാമെന്നും പറഞ്ഞ് വിളിച്ചിട്ട് വന്ന. ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട്. ജസ്ലിനെ അതേ മുള്ളണെങ്കിൽ മുള്ളിപ്പിക്ക്. എത്തിയപ്പോൾ മുയൽ കഫേ എന്നും പറഞ്ഞൊരു ചെറിയൊരു ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ആണെന്നല്ലോ. ഇത് ഇവിടെ മറ്റേ ചെറുകടികളൊക്കെ ഉണ്ട്. ചെറുകടി ചൂടുണ്ട്. ഒരു ഐസ്ക്രീം. ബില്ല് വേണം. ഐസ്ക്രീമിനൊരു ബില്ല്. ഒരു ഐസ്ക്രീമിന് 80 രൂപ. ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഐസ്ക്രീമാണ്. മറ്റേ ഫ്ലേവർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. പ്യുവർ സാധനമാണ്. പ്യുവർ മിൽക്ക് വെച്ച് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് 80 രൂപ. മറ്റേ ടിഷ്യൂ പേപ്പർ കൂടെ വാങ്ങിച്ചു. വാവ്, ടിഷ്യൂ പേപ്പർ ഉണ്ടോ? ഇല്ല, ഇലയാ തിന്നുന്നു. ഏട്ടത് അത് ഇലയാ തിന്നുന്നു. ഉണ്ടോ എല്ലാ ഇങ്ങോട്ട് വന്നേ അളിയാ. തമ്പിളിയാ. അത് വേണ്ട, വിളിച്ചപ്പോൾ വരുന്നുണ്ട്. അളി ഇങ്ങോട്ട് വന്നേ. ജസ്റ്റിലൊന്ന് കാണണ്ട. ഇങ്ങോട്ട് വന്ന് വായും പൊളിച്ച് വരുന്നു. തിന്നാനൊന്നും ഇല്ല. ജാവ ഫിൻസ്. ഇവിടെ ഒരു മനുഷ്യനില്ല ഈ കിളീനെ കാണാനായിട്ട്. പാവം. ലയണ്ട അതിനകത്തുനിന്ന് വെള്ളം കുടിക്കുന്ന വെള്ളമാണോ? കണ്ട, ഇവിടെ ഉള്ളത് ജംഗിൾ കാറ്റാണ്. പക്ഷെ ഇവിടെ ഇറച്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ വരുന്നില്ല തിന്നെ. അവിടെ ഇരിക്കും അതിനകത്ത്. അപ്പുറത്ത് എന്തോന്നാ അവിടെ? അപ്പുറത്ത് കിളിയാ. വാ അങ്ങോട്ട് വാ. വരുന്നേ നിന്നെ അറിയാന്ന് തോന്നണ്ടല്ലേ നോക്കുന്നത്. ജസ്റ്റിന് അറിയാവോ? വിളിക്ക്. ഇതാണോ? ആൾക്കാർ വന്ന് അങ്ങോട്ട് പോകുന്നതാ. നിങ്ങളെ കാണാൻ ആരും വരുന്നില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ്. വാ, ഇഷ്ടപ്പെടുന്നില്ല. ദേ വരുന്ന എല്ലാരും കൂടെ. ലിബീന എങ്ങോട്ടാ? ഓസ്ട്രിച്ച്, ആഫ്രിക്കന്ന്. സുഖമാ. ദേ കുഞ്ഞു പോകുന്നുണ്ടത്. അയ്യോ, കുഞ്ഞാമേട് ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന ജീവി. വയ്യ അതെ നടന്നു പോകുന്ന നോക്കി. വയ്യ. ഇതല്ലേ ഇങ്ങോട്ട് നീ കാണണ്ടല്ലോ. അനങ്ങാതെ കിടക്കുന്നുണ്ടോ? ഉറങ്ങുമല്ലേ? കണ്ണടച്ച് കിടക്കും ഇത്. നോക്കി
ആ കണ്ണു തുറന്നു. ജസ്ലിൻ വിളിച്ചപ്പോ കണ്ണു തുറന്നത്. എന്ത് പറ്റി? എന്താ ജസ്ലിൻ? ജോണേ എണീക്കടാ ജോണേ. ജോണേ എണീക്കടാ. ഞാനിട്ടിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്ത് എങ്ങനെ തീറ്റ കൊടുക്കുന്നല്ലേ? ആദ്യം അപ്പുറം വഴിയെല്ലാം കൊടുക്കുവരി. അമ്മ ഇതാണ് അവരുടെ അമ്മ. ഓ അനങ്ങാതിരിക്കുവല്ലേ. ഹലോ ഹലോ മുതലേ അപ്പത്തെ ആമയിരിപ്പുണ്ട്, അതിനെ തിന്നെ. ആമേനെ തിന്നാണോ? ഓ എനിക്ക് ആമേനെ വേണ്ട, എനിക്ക് നിന്നെ മതി. നിന്റെ ഇറച്ചി നല്ല ഇറച്ചിയാ, എനിക്ക് നിന്നെ മതി. ആളെ കുറെ നമ്മുടെ പുറയിലെ കുറെ ആൾക്കാരുണ്ട്. ഇത് മറ്റേ റിയോയിൽ കാണുന്ന തത്ത. എന്തോ തിന്നുന്നു, എന്തോ കടിച്ചു പൊട്ടിക്കോടെ. ഇത് അണ്ണാൻ തിന്നു നോക്കിട്ട്. ഫ്രൂട്ട്സ് തിന്നുന്നുണ്ടോ? അതെ ഒരാളുടെ നടത്തമൊക്കെ തീർന്നു. എന്റെ തലയിലായി. എടുത്തോണ്ട് നടക്കണോ? എടുത്തോണ്ട് നടക്കണേക്കാൾ നല്ല തലയിരിക്കുന്നു, തോളയിരുന്നുള്ളൂ. ജസ്ലിൻ കുറച്ച് കഴിയുമ്പോ നടക്കണം കേട്ടോ. നമ്മളെ നടന്ന് ക്ഷീണിച്ചു. എത്ര ഏക്കർ സ്ഥലമല്ലേ ഇതല്ലേ ലിവി? ലിവിന് ഞാനൊക്കെ പറയുന്നത്. എന്തോ കാണിക്കുന്നു. കൊടുക്ക്, കൈ കൊടുക്ക്, കൊടുക്ക്. മറ്റേ സാധനം വെച്ച് കൊടുക്ക്. ആ മനസ്സിലായി കേട്ടോ. കൈ കൊടുക്കണം. മേളിയിരിക്കുന്നുണ്ടോ? മേളി സൂപ്പറാണോ ഇരിക്കുന്നത് കേട്ടോ. എന്ത് പറഞ്ഞല്ല? അയ്യേ കാക്ക തൂറി, കാക്ക തൂറി. പൈപ്പ് ഇവിടുന്നില്ല. അയ്യോടാ വാ വാ, ഞാൻ നോക്കട്ടെ. അടുത്ത നമ്മളത് ഇവരെ കാണാനായിട്ട് പോവാണ്. സൂ ലേ ഔട്ട് കണ്ടോ? ഇതാണ് സൂവിൻ്റെ ലേ ഔട്ട്. ലിബി അതെ സൂവിൻ്റെ ലേ ഔട്ട് ഉണ്ടോ? വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉണ്ട് ഇതിനകത്ത് തന്നെ. അവിടെയാണ് സൂ. പിന്നെ കുരങ്ങച്ചന്മാർ ഇങ്ങനെ കയറും. ഇത് അങ്ങോട്ടൊക്കെ പോകുന്നു. സ്കൂളിൽ നിന്നൊക്കെ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ ലിബി. അതെ ഇവിടെ അടുത്ത പാർക്ക്. സ്കൂളിൽ നിന്നൊക്കെ പിള്ളേരൊക്കെ വരണം. ലിബിനെ നോക്കണം. അറിയാവോ? അറിയാവോ? ജസ്ലിനെ അറിയാവോ? അത് വല്ലതും തരുമെന്നും പറഞ്ഞോ. എന്തെങ്കിലും കാണിച്ചേ, കയ്യിലെന്തെങ്കിലും വെച്ചിട്ട് കാണിച്ചേ. അപ്പോൾ വരും, ചാടിക്കയറി വരും. ഇത് അതിന് മുകളിലൂടെ ശരിക്കും ഒരു ആൾക്കാരുടെ ഇളകല്ലേ ഇത് കണ്ടത്? ഇത് കണ്ടോ എന്ത് തപ്പു? ദേഷ്യം വരുന്നുണ്ട്. ഞാൻ അത് ടീമായിട്ടിരുന്ന് തിന്നും. അത് ഒരു നടന്ന് കുഴഞ്ഞ് ഇപ്പൊ ഞങ്ങൾ റെസ്റ്റ് ചെയ്യുക. കുറേ നേരമായി നടക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം വേണം ഫുള്ള് കണ്ട് തീർക്കാൻ വേണ്ടിയിട്ട്. നല്ല കളിക്കുമായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു ഫുള്ള് ദിവസം വേണം ഇവിടുത്തെ ഈ പരിപാടിയെല്ലാം കണ്ട് തീർക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ലിബിയും കൂടെ കുഴഞ്ഞ് ഇവിടെ വന്നിരിക്കുക. എത്ര മണിയാണെന്ന് അറിയാം? 2:30. ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ ഫുഡും കൊണ്ടുവന്നൊക്കെയാണ് ഇവിടെ ഒരു ദിവസം ഉച്ചക്ക് ഇവിടെ നിന്ന് കഴിക്കാം.
ഞങ്ങളുടെ പുറകിൽ നിന്ന് ആൾക്കാർ കഴിക്കാം. ബിരിയാണിയുടെ മണം കേട്ടിട്ട് ഞങ്ങളുടെ വയറ് കത്തയാണ്. ഞങ്ങളാണെങ്കിൽ ആദ്യം അവിടെ ഇരുന്ന് ആൾക്കാർ കഴിക്കുന്നുണ്ട്. ഇവര് കഴിക്കുന്ന ബിരിയാണിയുടെ മണം കേട്ടിട്ടാണെങ്കിൽ ശരിയാ, ആൾക്കാര് ഭക്ഷണം എല്ലാം കയറ്റുന്നുണ്ട് ഇതിനകത്ത്. ഇച്ചിരി ബിരിയാണി അതിന് പോവാ. ഒരാൾക്ക് അടുത്ത പാർക്കിൽ കളിക്കണമെന്ന് വേണം. അപ്പോൾ ഭക്ഷണം എല്ലാം കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്ക് ഓക്കെ ആയിരുന്നു. പക്ഷെ നമുക്കിതൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞങ്ങൾ ബിങ്കോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അവിടെ മറ്റേ ഇതൊക്കെ ഉണ്ടായിരുന്നു, മറ്റേ മുട്ടപ്പപ്സും ആ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ എല്ലാം തീർന്നു പോയി. പിന്നെ അവസാനം ഉണ്ടായിരുന്ന ബിങ്കോയും വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിക്കുക. പിന്നെ ഒരു ഗോലി സോഡ. കപ്പലണ്ടിയൊക്കെ കൊടുക്കുന്നത് ഇവിടെ. അത് കുറേ എണ്ണം ഉണ്ടല്ലേ ഇവിടെയൊക്കെ. പിന്നെ പരന്ത കേട്ടോ. ഇവിടെ ഇറച്ചിയ കൊടുക്കുന്ന കേട്ടോ. അത് ഇറച്ചിയല്ല ഇവിടെ ഇരിക്കുന്ന. ഇതിവിടെ പോയി പാട്ടും പാടി അങ്ങോട്ട് പോകുന്നുണ്ട്. കമിതാക്കളും ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാ മരമൊക്കെ വെട്ടി നല്ല സുന്ദരമാക്കി വെച്ചിരിക്കുകയാണ്. ഇരിക്കാനുള്ള സ്ഥലമൊക്കെ നോക്കും, ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സിറ്റ്. നമ്മൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ചെന്നൈ പാർക്കിലെ കാഴ്ചകൾ. ഇല്ല, നമ്മൾ ഫുള്ള് കറങ്ങി. ഇനി എന്തോ മിസ്സാക്കാം? എവിടെ സൈഡിൽ ഒന്നുമില്ലല്ലോ. ഇത് എല്ലാം കണ്ടു. ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. രാവിലെ ഇറങ്ങിയതാ അല്ലേ? എത്ര മണിയൊക്കെ കയറിയത്? ഞാനുള്ള കയ്യിൽ നിന്ന് കഴിക്കോട്ടെ.